ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് ഇഡി മുൻപാകെ നടൻ ജയറാമിന്റെ മൊഴി. പോറ്റിയുടെ അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നുവെന്നും വീട്ടിൽ പൂജ നടത്തിയവർക്ക് ചെറിയ തുക ദക്ഷിണ മാത്രമാണ് നൽകിയതെന്നും ജയറാം മൊഴി നൽകി. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിപ്പിക്കാനാണ് ഇഡി തീരുമാനം. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ജയറാമിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ജയറാമിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു പങ്കുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ഇടപാടും ഇല്ല എന്ന് തന്നെയാണോ ഇഡിയുടെ നിഗമനം? ടോം, ഇ ഡി ജയറാമിൻ്റെ മൊഴികൾ പരിശോധിക്കും. താരതമ്യേന മറ്റുള്ളവരെ ചോദ്യം ചെയ്യലിൽ നിന്നും കുറച്ച് സമയമേ ജയറാമിനെ ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്നത് നമുക്കറിയാം. ജയറാമിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നതാണ് ജയറാം തന്നെ പറഞ്ഞത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു ഇ ഡി ജയറാമിനെ ചോദ്യം ചെയ്തതും. ഏതായാലും ജയറാമിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, പ്രധാനമായും ജയറാം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്, ഈ പോറ്റിയെ തനിക്ക് പരിചയമുള്ളത് ശബരിമലയിൽ വെച്ചാണ് പരിചയമുള്ളത്. മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ തനിക്ക് അദ്ദേഹവുമായിട്ടില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രയവിക്രയങ്ങളോ ഒന്നും തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തനിക്കില്ല. തനിക്ക് ഉള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് തൻ്റെ വീട്ടിൽ വന്ന് പൂജ നടത്തി എന്നത് മാത്രമാണ്. ആ പൂജ നടത്തിയതിന് താൻ ദക്ഷിണ നൽകുന്നു. അതൊരു ചെറിയ തുകയാണ്. ആ ദക്ഷിണ നൽകുകയും ചെയ്തത്. മറ്റ് സാമ്പത്തിക സഹായങ്ങൾ താൻ നൽകുകയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താൻ നടത്തിയിട്ടോ ഇല്ല എന്നാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. തനിക്കറിയില്ലായിരുന്നു ഇത്രമാത്രം ഈ ദുരൂഹതകളും കാര്യങ്ങളുമുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് സംബന്ധിച്ച് തനിക്കറിയില്ലായിരുന്നു. ഇയാളുടെ ഒരു തട്ടിപ്പുകൾ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തനിക്ക് കൂടുതൽ വിവരങ്ങളും വ്യക്തതയും ലഭിക്കുന്നത്. മറ്റൊരിടപാടും തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്ന് തന്നെയാണ് ജയറാമിൻ്റെ മൊഴി. ഏതായാലും ജയറാമിൻ്റെ മൊഴി ഇ ഡി വിശകലനം ചെയ്യും, ഇ ഡി പരിശോധിക്കും. കാരണം മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് ഇ ഡി പരിശോധിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും. അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ഇ ഡി വിശ്വാസത്തിലെടുക്കുന്നു. കൂടുതൽ ഏതായാലും ആ മൊഴി സംബന്ധിയായ കാര്യങ്ങൾ പരിശോധന നടത്തുകയും ചെയ്യുന്നു. മറ്റൊന്നും തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തനിക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ്, ഈ രീതിയിൽ ശബരിമലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു തട്ടിപ്പുകൾ നടത്തുന്നൊരു വ്യക്തിയാണ് എന്നൊന്നും ആരും തന്നോട് പറഞ്ഞിട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു പരിചയമോ ബന്ധമോ അല്ല ഇയാളുമായിട്ടുള്ളത്. ശബരിമലയിൽ വെച്ചാണ് തനിക്ക് പരിചയമുണ്ടായത്. ജയറാമിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചതാകാം. പക്ഷെ എവിടെയാണ് ജയറാമിന് ഒരു ജാഗ്രതക്കുറവോ മറ്റും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒരുപക്ഷെ ഇനി അറിയേണ്ടത്? ഡാനി, ജയറാമിനെ ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം ഇ ഡിയുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോമി, കേസിൽ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ജയശ്രീ അടക്കമുള്ള അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആളുകളെ, ഈ കേസിലെ പ്രതികളായിട്ടുള്ളവരെ, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാവരെയും ഇ ഡി ചോദ്യം ചെയ്തിപ്പോൾ ചോദ്യം ചെയ്യുക, അവരെ വിട്ടയക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഇവരുടെ മൊഴികളെല്ലാം പരിശോധിച്ച ശേഷമാണ് കുറ്റകരമായ രീതിയിലുള്ള ഇടപെടലുകൾ കണ്ടെത്തിയവരുടെ അറസ്റ്റ് പിന്നീട് ഒരു വട്ടം കൂടി വിളിപ്പിച്ചതിന് ശേഷമാണ് രേഖപ്പെടുത്താനൊരു സാധ്യതയുള്ളത്. ആദ്യവട്ടം ഇ ഡി ഓഫീസിലേക്ക് എത്തുന്നവരിൽ നിന്ന് വിശദമായ രീതിയിലുള്ള മൊഴിയെടുക്കും. ആ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, ആ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുള്ളതായിട്ട് ഇ ഡിക്ക് തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പണം അടക്കമുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഇ ഡിക്ക് നൽകിയ മൊഴിക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം വട്ടം വരുന്നവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇ ഡിയുടെ ഒരു നീക്കങ്ങളെല്ലാം ആ രീതിയിൽ ഉള്ളത് തന്നെയാണ്. ജയറാമിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ജയറാം നൽകിയിരിക്കുന്ന മൊഴി ഇ ഡി വിശ്വാസത്തിലെടുക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ജയറാമിന് ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത കുറവ് ജയറാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജയറാമും പറഞ്ഞിരിക്കുന്നൊരു കാര്യവും അത് തന്നെയാണ്. കാരണം ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം ശബരിമല അയ്യപ്പൻ്റെ ഒരു ഭക്തനാണ് താനും. അപ്പോൾ
കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചില്ല. അദ്ദേഹവും ആ രീതിയിൽ അയ്യപ്പൻ്റെ ഭക്തനായിട്ട് തന്നെ അറിയപ്പെടുകയും പറയുകയും ചെയ്യുന്ന ഒരാൾ പറയുന്നു പൂജ നടത്താൻ വീട്ടിൽ എത്തുമെന്നെല്ലാം പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി താൻ സ്വീകരിക്കുകയായിരുന്നു. അതിനൊരു ചെറിയ ദക്ഷിണ നൽകുകയും എല്ലാം തന്നെ മാത്രമാണ് താൻ ചെയ്തത്. മറ്റൊരു ഇടപാടും താനില്ല. അപ്പോൾ ഈ ജയറാമിനെ പോലുള്ളവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിം എല്ലാം തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ ഇഡിയുടെ അന്വേഷണത്തിൽ മാത്രമായിരിക്കും വ്യക്തമാകുക. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.